ഹലോ ഗൈസ്, ഇന്ന് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ക്ലാസിക് 350 ആണ്. റോയൽ എൻഫീൽഡിൻ്റെ 2026 മാനുഫാക്ചേർഡ് 2026 രജിസ്റ്റേർഡ് വണ്ടിയാണിത്. ഇതിന് വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ജെ സീരീസ് എഞ്ചിനാണ്. 5 സ്പീഡാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. ഈ വണ്ടിക്ക് വരുന്ന ഡ്യുവൽ ABS സിസ്റ്റമാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ ചെയിൻ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഗിയർ ഷിഫ്റ്റിങ്ങും. അപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന ഒരു സെമി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. 0 to 160 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് കീ ഒന്ന് ഇട്ട് നോക്കാം. ഓഫാണ്, ഓണായി. അതിൽ കാണിച്ചിരിക്കുന്നത് ബാറ്ററി കാണിച്ചിട്ടുണ്ട്, ന്യൂട്രൽ, ABS, ബാറ്ററി, ഫ്യൂവലിൻ്റെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഘട്ടം കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഫുള്ളാണെങ്കിൽ ഫുള്ള് കാണിക്കും. പിന്നെ നമുക്ക് സെറ്റിങ്സ് മാറ്റുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു ബട്ടണുണ്ട്. പിന്നെ നമുക്ക് GPS ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ GPS ആഡ് ചെയ്യാനുള്ള റോയൽ എൻഫീൽഡ് ഇത് മാറ്റിയാണ് GPS ആഡ് ചെയ്യാം. പിന്നെ കിൽ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ്, പിന്നെ ബ്രേക്കിൻ്റെ സെറ്റപ്പ്, പിന്നെ ലൈറ്റ്, പാസ് ഉണ്ട്, ഡിം ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ ഹോൺ. നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഓണാണ്. സ്റ്റാർട്ടായി. നമുക്ക് വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കി, ന്യൂട്രലാണ് വണ്ടി. ഇപ്പോൾ കിൽ സ്വിച്ച് ഓൺ ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി, ഇൻഡിക്കേറ്റർ ഇട്ടു, ഫസ്റ്റ് ഗിയർ ഇട്ടു. വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സെക്കൻഡിലോട്ട് ഇട്ടു. ന്യൂട്രലായതുകൊണ്ട് ന്യൂട്രൽ വീഴുന്നില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഈ വണ്ടിയുടെ പറ്റിയെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് വരുന്ന 348 cc ആണ് ഈ വണ്ടിയുടെ ക്യൂബിക് കപ്പാസിറ്റി. ജെ സീരീസ് ആണ് ഈ വണ്ടിയുടെ എൻജിൻ വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത പറയുന്നത് 180 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 805 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. പിന്നെ ഈ വണ്ടി ഒരു വളരെ സ്മൂത്താണ്. ബാക്കിയുള്ള വണ്ടി ബുള്ളറ്റ്സിനെ അപേക്ഷിച്ച് നമുക്ക് അധികം വൈബ്രേഷൻ ഈ വണ്ടിക്ക് ഇല്ല. പിന്നെ ഈ വഴി കൂടെ പോകുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ല വേറെ നമുക്ക് വൈബ്രേഷൻ ഒന്നും ഇല്ല. അതുപോലെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേക സുഖമാണ്. ഇതിന് വന്നിരിക്കുന്ന ABS ഡ്യുവൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പഴയതിനെ വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്കൊരു ഡീമറിച്ചല്ല, നമുക്കൊരു സ്റ്റിക്കറില്ലാത്തതിൻ്റെ ഒരു സുഖലായ്മ ഉണ്ടല്ല, വേറൊരു കുഴപ്പമൊന്നുമില്ല ഈ വണ്ടിക്ക്. ഗുഡ് സെറ്റപ്പ്. കമ്പനി പറയുന്നത് 32 to 38 പറയുന്നത് പെർ ലിറ്റർ. ഒരു 30 പ്രതീക്ഷിക്കാതെ ഓണെന്ന് പറഞ്ഞു. ഒരു അത്ര നല്ല രസമാണ്. വണ്ടി നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ഏത് വഴി കൂടെ പോകും. ഇതിപ്പോൾ ഈ ക്യാമറ ചെറിയൊരു കുലുക്കം ചിലപ്പോൾ കാണുമായിരിക്കും. ഈ സെക്ഷൻ ഒരു മെയിൻ റോഡിൽ കൂടെ അല്ലാത്തതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇടത്തോട്ട് തിരിയാം, അല്ല വലത്തോട്ട് തിരിയാം നമുക്ക്. ബുള്ളറ്റും കൂടി ആകുമ്പോൾ അതിൻ്റേതായ സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് നാട്ടുകാരൊക്കെ നോക്കി. പിന്നെ ഞാൻ വരുന്ന ഒരു സ്ഥിരം ആളൊന്നും ഇല്ലാത്തവരെ, ഞാൻ ആളാണെന്ന് പറയാൻ കുറവായിരിക്കും. ഈ റൂട്ട് അങ്ങനെ ആൾ കുറവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഈ വഴീനെ പ്രിഫർ ചെയ്യുന്നത്.
സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫാക്കി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ഗുഡ് ബൈ.